പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രത്തിൽ ചാവേർ സ്ഫോടനം. ഇരട്ട സ്ഫോടനത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു, 25 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 4 കുട്ടികളും ഉൾപ്പെടുന്നു. സമീപത്തെ വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചു. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാകിസ്ഥാൻ താലിബാൻ അനുബന്ധ സംഘടന ഏറ്റെടുത്തു. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഈ 9 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എത്രത്തോളം വലിയ ഒരു സ്ഫോടനമാണ് അവിടെ നടന്നത്? ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്? ശ്രീജ, വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ്വയിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ചാവേർ ആക്രമണമാണ് ഉണ്ടായത്. അതായത് ബന്നു സൈനിക താവളത്തിന് നേരെ 2 വാഹനങ്ങൾ ഇടിച്ചു കയറ്റുകയായിരുന്നു. പിന്നാലെ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്തു. ഈ സമയത്ത് മറ്റു ഭീകരർ, ഏതാണ്ട് 10-ലധികം ഭീകരർ ക്യാമ്പിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. ഇവരെ തുരത്തി എന്നാണ് ഇപ്പോൾ പാക് സൈന്യം അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബന്നു ക്യാമ്പിനോട് ചേർന്നുകൊണ്ട് തന്നെയാണ് സൈനികരുടെ ഓഫീസുകളും ഒപ്പം തന്നെ താമസ സ്ഥലവും ഉള്ളത്. മാത്രമല്ല, ഇതൊരു ജനവാസ മേഖലയോടുകൂടി അടുത്ത് നിൽക്കുന്ന കേന്ദ്രമാണ്. ഇവിടെ സമീപത്ത് പള്ളി ഉണ്ടായിരുന്നു, ഒപ്പം തന്നെ മാർക്കറ്റ് ഉണ്ട്. ആ സമയത്തൊക്കെ തന്നെ നോമ്പ് തുറന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ആളുകൾ എത്തിയിരുന്നു. ഈ സ്ഫോടനത്തിൽ പള്ളിയുടെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. കൂടാതെ ഒരു വീടിനും കേടുപാട് സംഭവിച്ചു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ മരിച്ചവരുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 15 പേർ കൊല്ലപ്പെട്ടു. അതിൽ തന്നെ 4 പേർ കുട്ടികളാണ്, 2 പേർ സ്ത്രീകളാണ്. ഇതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന പുറത്തു വന്ന കണക്കുകൾ. 25-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 6 ഭീകരരെ വധിച്ചു എന്നാണ് ഇപ്പോൾ പാക് സൈന്യം അറിയിച്ചിരിക്കുന്നത്. ഇവർ ഈ ക്യാമ്പിനകത്തേക്ക്, ഈ സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ ക്യാമ്പിനകത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് അവരെ പരാജയപ്പെടുത്തി എന്ന ഔദ്യോഗിക വിശദീകരണമാണ് സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇത് പാക് താലിബാന് സ്വാധീനമുള്ള പ്രദേശമാണ് ഈ ഖൈബർ പക്തൂൺഖ്വ. അവിടെ ഇപ്പോൾ ഇതിന്റെ ഉത്തരവാദിത്തം, ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് ജയ്ഷ് അൽ ഫുർസാൻ എന്ന് പറയുന്ന സംഘടനയാണ്. ഇത് പാക് താലിബാനുമായി ബന്ധമുള്ള സംഘടനയാണ്. ഏതായാലും ഈ റമദാൻ തുടങ്ങിയതിന് ശേഷം ഈ 3ാമത്തെ ആക്രമണം പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് തിരക്കേറിയ സമയത്ത്, ആളുകളൊക്കെ തന്നെ പുറത്തിറങ്ങുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടായതെന്ന് കൂടി ഇതിൻ്റെ, അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ കൊല്ലപ്പെടാനുള്ള കാരണം പോലും അതാണ്. 15 പേർ കൊല്ലപ്പെട്ടു. മാത്രമല്ല, സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇതുവരെ പാക് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് ഡെസ്കിൽ നിന്ന്.